ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഹകരണ മേഖലയിലെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. am tired of dash here. Working, walk, have worked, had walked. ഒരു സെന്റൻസിലെ ഒക്കറൻസ്, ആക്ഷൻ, സ്റ്റേറ്റ് എന്നിവ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഒരു വെർബ്. വർക്കിന് 4 ഫോമുകളാണുള്ളത്: വർക്ക്, വർക്ക്ഡ്, വർക്കിംഗ്, വർക്ക്സ്. ഇവിടെ ആം ടയർഡ് ഓഫ് ഡാഷ് ഹിയർ എന്നത് പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ് ടയർഡ് ആയിരിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കേണ്ട കറക്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് am tired of working here. Answer option A. She dash very worried for the past few days. Have looked, looked, had been looking, is looking. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവൾ ആകുലയായി കാണപ്പെടുകയാണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. She had been looking very worried for the past few days. Her friends dash for you for over an hour. Waited, have been waiting, had waited, wait. നിങ്ങളുടെ സുഹൃത്തുക്കൾ 1 മണിക്കൂറിലധികമായി നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇത് ഭൂതകാലത്ത് തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. Your friends have been waiting for you for over an hour. Answer option B. I like to dash when I am alone. Dancing, dances, danced, dance. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇവിടെ ഉപയോഗിക്കേണ്ടത് I like to dance when I am alone. She dash shopping last weekend. Gone, goes, went, go. വീക്കെൻഡിൽ അവൾ ഷോപ്പിങ്ങിന് പോയി. ഇത് പൂർണ്ണമായും ഭൂതകാലത്ത് കംപ്ലീറ്റ് ചെയ്തൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. She went shopping last weekend. Answer option C. I dash a great film yesterday. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. ഇവിടെ ഇതും ഭൂതകാലത്ത് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തൊരു പ്രവൃത്തിയാണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. I saw a great film yesterday. Answer option A. My brother dash playing cricket. എൻ്റെ സഹോദരൻ ക്രിക്കറ്റ് കളിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. ഇത് ഒരു ഹാബിച്വൽ ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വേർബും സിംഗുലർ ആയിരിക്കണം. My brother enjoys playing cricket. John dash for 2 hours. ജോൺ 2 മണിക്കൂറിലധികമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭൂതകാലത്ത് തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ജോൺ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours. ആൻസർ ഓപ്ഷൻ ഡി. Can you dash me where he lives? അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് എന്നോട് പറയാമോ? ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇവിടെ ഉപയോഗിക്കേണ്ടത് Can you tell me where he lives? Answer option A. Nobody dash when he will arrive. No, knows, known, had known. അവൻ എവിടെയാണ്, അവൻ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. ഇവിടെ nobody എന്നത് സിംഗുലർ രൂപത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ വെർബും സിംഗുലർ ആയിരിക്കണം. nobody. കൂടാതെ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. പ്രസന്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. Nobody knows when he will arrive. Answer option B.
Choose the correct article for the following. Sita is dash most courageous girl in our class. A and the none of this. ഇവിടെ മോസ്റ്റ് കറേജസ് എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഇവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ദ. ഷീ ഈസ് ദ മോസ്റ്റ് കറേജസ് ഗേൾ ഇൻ അവർ ക്ലാസ്. സീലോൺ ഈസ് ഡാഷ് ഐലൻഡ്. ഐലൻഡ് ഈ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ വൊവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ആൻഡ്. സീലോൺ ഈസ് ആൻ ഐലൻഡ്. Choose the correct preposition for the following. She traveled all dash the world. Up, on, or in. അവൾ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ ലോകം മുഴുവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട preposition over. She traveled all over the world. Answer option C. He knows French and German dash റഷ്യൻ. അവന് റഷ്യൻ കൂടാതെ ഫ്രഞ്ചും ജർമ്മനും അറിയാം. അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ടത് കൂടാതെ എന്നർത്ഥം വരുന്ന പ്രിപ്പോസിഷൻ ആണ്. He knows French and German besides Russian. Answer option B. Choose the correct synonym for the following. Limitless, small, infinite, definite, indefinite. Limitless എന്നാൽ പരിധിയില്ലാത്ത, അതിനോട് സമാനമായ പദം. ഇൻഫിനിറ്റ്, ഇൻഫിനിറ്റ് എന്നാൽ അനന്തമായ. ആൻസർ ഓപ്ഷൻ ബി. മെലങ്കോളി, ഹാപ്പിനെസ്, മിസ്ഫോർച്യൂൺ, സോറോഫുൾ, ജോയ്. മെലങ്കോളി എന്നാൽ ദുഃഖപൂർണമായ, അതിനോട് സമാനമായ അർത്ഥമുള്ള പദം സോറോഫുൾ. ചൂസ് ദ കറക്റ്റ് അന്റോണിം ഫോർ ദ ഫോളോയിങ്. ക്രൂക്ഡ്. ക്രൂക്ഡ് എന്നാൽ വക്രമായ, അതിനോട് ഓപ്പോസിറ്റ് ആയി വരുന്നത് സ്ട്രെയിറ്റ്. ആൻസർ ഓപ്ഷൻ എ, സ്ട്രെയിറ്റ്. അസെൻഡ്, അതിനോട് ഓപ്പോസിറ്റ് ആയി വരുന്ന വേർഡ് ഡിസെൻഡ്. ചൂസ് ദ വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. ലൈഫ് ഹിസ്റ്ററി റിട്ടൺ ബൈ സംവൺ എൽസ്. ഒരാളുടെ ജീവിതകഥ മറ്റൊരാൾ എഴുതുകയാണ്, അതിനെ പറയുന്നത് ബയോഗ്രഫി. ഒരാളുടെ ലൈഫ് ഹിസ്റ്ററി അയാൾ തന്നെ എഴുതുകയാണെങ്കിൽ അതിനെ ഓട്ടോബയോഗ്രഫി. വൺ ഹു ഈസ് ലൈക്കബിൾ എന്ന് വെച്ചാൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരാളെ പറയുന്നത് ആമിയബിൾ. ആൻസർ ഓപ്ഷൻ എ, ആമിയബിൾ.